നമ്മൾ 9 മണി വാർത്തകളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇടവേളയ്ക്ക് പോകും മുമ്പ് ഈ മണിക്കൂറിലെ എല്ലാ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ പരിശോധിച്ചു. ഇനി ന്യൂസ് 18 ഒരു ചർച്ചയിലേക്ക് കടക്കുകയാണ്. അതായത് നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് ഇരിക്കുന്ന സമയമാണ്. പലതരത്തിലുള്ള തന്ത്രങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ മെനയുന്ന സാഹചര്യമാണ്. അതിലൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരള നിയമസഭയിൽ BJP അക്കൗണ്ട് തുറന്ന മണ്ഡലം എന്ന നിലയിൽ നേമത്ത് ഓരോ മുന്നണിയും ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്നത് സംസ്ഥാനത്തെ ആകെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകമാണ് എന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. കഴിഞ്ഞ തവണ ഇടത് വലത് മുന്നണികൾ ചേർന്ന് പൂട്ടിയ അക്കൗണ്ട് തുറക്കാൻ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറെ തന്നെ ഇറക്കാനാണ് BJPയുടെ ആലോചന. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ നേടിയ 22,116 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് BJP കാണുന്ന അനുകൂല ഘടകം. കഴിഞ്ഞ തവണ പൂട്ടിച്ച അക്കൗണ്ട് നിലനിർത്താൻ മന്ത്രി വി ശിവൻകുട്ടിയെ വീണ്ടും മത്സരിപ്പിക്കുക എന്ന ആലോചന CPMൽ ശക്തമാണ്. 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലായി BJP ആധിപത്യം പുലർത്തുന്ന മണ്ഡലം കഴിഞ്ഞ തവണ തിരിച്ചുപിടിച്ച ശിവൻകുട്ടി തന്നെയാണ് വിജയം ആവർത്തിക്കാൻ അനുയോജ്യനെന്നും വിലയിരുത്തലുണ്ട്. നേമത്ത് ജയിച്ചില്ലെങ്കിലും BJP അക്കൗണ്ട് പൂട്ടിക്കുന്നതിൽ K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം നിർണായകമായിരുന്നു. ഇക്കുറിയും സമാനമായി കരുത്തനെ തന്നെ ഇറക്കേണ്ടി വരും കോൺഗ്രസിന്. അതാരാവണമെന്ന ആലോചന കോൺഗ്രസിലുമുണ്ട്. അപ്പോൾ ഈ വിഷയമാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. നമുക്കൊപ്പം G ശ്രീജിത്തും VV അരുണും MG മിഥുനുമുണ്ട്. ആദ്യം ഞാൻ VV അരുണിലേക്ക് പോവുകയാണ്. അരുൺ, നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ അതിലൂടെ വഴിവെട്ടി കേരള നിയമസഭയിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് BJP. വലിയ തന്ത്രങ്ങളാണ് മെനയുന്നത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ടെത്തി അതിനുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളും തന്ത്രങ്ങളും ഒക്കെ പറഞ്ഞു നൽകിയതിനു ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ഈ ഘട്ടത്തിൽ തന്നെ പ്രചാരണത്തിലേക്ക് പോലും കടക്കുന്ന സാഹചര്യമാണ് BJPക്ക് മുന്നിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് A ക്ലാസ് മണ്ഡലമായി കണക്കാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നേമമാണ് അവർക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം, അല്ലേ? ആര്യ, BJPയെ സംബന്ധിച്ചിടത്തോളം നേമം പോലെ ഒരു വിജയസാധ്യതയുള്ള മണ്ഡലമില്ല. മറ്റു പല മണ്ഡലങ്ങളും അവർക്ക് A ക്ലാസ് മണ്ഡലമാണെങ്കിലും BJPക്ക് അടിസ്ഥാന വോട്ടുകൾ തന്നെ വിജയത്തിലേക്ക് എത്താൻ ആവശ്യമായ വോട്ടുള്ള ഏക മണ്ഡലം അത് നേമം തന്നെയാണ്. നേമത്താണ് അവരുടെ ഏറ്റവും അധികം വിജയസാധ്യത എക്കാലത്തും കണക്കുകൂട്ടിയിരുന്നത്. മാത്രമല്ല, BJPക്ക് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി നിയമസഭയിലേക്ക് വഴി തുറന്നത് അക്കൗണ്ട് തുറക്കാൻ സഹായിച്ചത് നേമമാണ്. O രാജഗോപാലിലൂടെ 2016. അതുകൊണ്ട് തന്നെ നേമം ജയിച്ചില്ലെങ്കിൽ മറ്റൊരിടവും ജയിക്കാൻ കഴിയില്ല എന്നൊരു വിശ്വാസം പോലും BJPക്ക് ഇപ്പോഴുമുണ്ട്. നിയമം ഇത്തവണ അവർ ഉറപ്പിക്കാൻ കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളായ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരെയാണ് അവർ അവിടെ ഇത്തവണ മത്സരിപ്പിക്കാൻ ഇറങ്ങുന്നത്. BJPക്ക് നഗരസഭയിൽ പോലും നേമം മണ്ഡലത്തിൽ വരുന്ന നഗരസഭാ വാർഡുകളിൽ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നേരത്തെ കഴിഞ്ഞിരുന്നു. അവർക്ക് ആ രീതിയിലൊരു സ്വാധീനം അവിടെയുണ്ട്. അവരുടെ സംഘടനാ സംവിധാനം ഏറ്റവും ശക്തമായ സ്ഥലങ്ങളിലൊന്നാണ് നേമം. അത് ഇപ്പോഴല്ല, വളരെ പണ്ടുകാലത്തെ തന്നെ RSSന്റെ ഒരു ശക്തി കേന്ദ്രമായി ഉള്ള സ്ഥലങ്ങൾ പലതും നേമത്ത് മണ്ഡലത്തിൽ ഉൾപ്പെട്ടവയാണ്. അതുകൊണ്ട് തന്നെ നേമത്ത് അവർ ഒരു അനായാസ വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ കോൺഗ്രസിന്റെ ശക്തനായ സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് മാത്രം ഇടതുമുന്നണിക്ക് ജയിക്കാനായി, മാത്രമല്ല CPMന്റെ തിരുവനന്തപുരത്ത് നിർത്താൻ പറ്റുന്ന ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി CPM നിർത്തി, നേമത്തിന്റെ മുൻ MLA കൂടിയ വി ശിവൻകുട്ടി. അതുകൊണ്ട് അത്തരമൊരു പ്രത്യേക സാഹചര്യത്തിൽ പരാജയപ്പെട്ടു പോയി എന്നതിനപ്പുറത്തേക്ക് നേമം എപ്പോഴും വിജയിക്കാൻ കഴിയുന്ന മണ്ഡലം തന്നെയാണ് BJP കണക്കുകൂട്ടുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു നേതാവിനെ രംഗത്തിറക്കുന്നതിലൂടെ ആ സാധ്യതകൾ വർദ്ധിക്കുമെന്ന് BJP കണക്കുകൂട്ടുന്നു. നിയമം പിടിക്കാൻ ആവശ്യമായ കണക്കുകൂട്ടലുകൾ പ്രവർത്തനങ്ങൾ BJP ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ പല പരിപാടികളിലും നേമം മണ്ഡലം കേന്ദ്രീകരിച്ച് പങ്കെടുക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ മുന്നേറ്റം കൂടി അവർ അതിൻ്റെ ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനമായി കണക്കുകൂട്ടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേമം വലിയ മുന്നേറ്റം BJPക്ക് ലഭിച്ചിരുന്നു. അവിടെ ആ സമയത്ത് തന്നെ രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിൽ സുപരിചിതനാണ്. ഏറ്റവും പ്രധാനം അവരുടെ സംഘടനാ സംവിധാനം തന്നെയാണ്. നിയമ മണ്ഡലത്തിൽ ശക്തമായ സംഘടനാ ശേഷിയും അടിസ്ഥാന വോട്ടുകളും. നമുക്കറിയാം, എന്തുകൊണ്ട് CPM കോൺഗ്രസും ഒക്കെ കേരളം തുടർച്ചയായി ഭരിക്കുമെന്ന് ചോദിക്കുമ്പോൾ എല്ലാ വാർഡുകളിലും അവർക്ക്, സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ വാർഡുകളിലും അവർക്ക്, അല്ലെങ്കിൽ ഓരോ ബൂത്തുകളിലും അവർക്ക് സ്വാധീനമുള്ള മേഖലകൾ ആണ്. 95%-ലേറെയും കേരളം മുഴുവൻ കണക്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ 90% മേളിലൊക്കെ കണക്ക് വരും. അങ്ങനെ ഒരു കുറച്ചോട്ടെങ്കിലുമുള്ള BJPക്ക് അങ്ങനെ എല്ലാ ബൂത്തുകളിലും ശക്തമായ സ്വാധീനമുള്ള ഉള്ള ഒരു മണ്ഡലം തന്നെയാണ് നിയമം. ആ സ്വാധീനം വോട്ടായി കൂടി മാറിയാൽ ഇത്തവണ വീണ്ടും
നിയമസഭയിലേക്ക്. പിണറായി വിജയൻ പറഞ്ഞു പൂട്ടിച്ച ശിവൻകുട്ടിയെ ഉപയോഗിച്ച് പറഞ്ഞു പൂട്ടിച്ച നിയമത്തെ അക്കൗണ്ട് റീ ഓപ്പൺ ചെയ്യാമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് BJP ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിനവർ മുൻനിർത്ത സ്ഥാനാർത്ഥിയാകട്ടെ രാജീവ് ചന്ദ്രശേഖറാണ്, അവരുടെ സംസ്ഥാന അധ്യക്ഷനാണ്, മുൻ കേന്ദ്ര സഹമന്ത്രിയാണ്. അത്തരമൊരു നേതാവിൻ രംഗത്തിലേക്കുള്ള സാമുദായിക സമവാക്യങ്ങൾ കൂടി അനുകൂലമാകുന്ന തരത്തിലാകും BJPയുടെ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ തന്നെ കണ്ടുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വിജയപ്രതീക്ഷ തന്നെയാണ് BJP. നിയമം തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷ തന്നെയാണ് BJP ഉള്ളത്. എന്നാൽ വി ശിവൻകുട്ടി എന്ന നേതാവിനെ തന്നെ CPM മത്സരരംഗത്തേക്ക് ഇറക്കുക. അപ്പോൾ ഉയരുന്ന ചോദ്യം, രണ്ട് ടേം നിബന്ധനയൊക്കെ കഴിഞ്ഞ തവണ CPM കൊണ്ടുവന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ 2 ടേം നിബന്ധന മാറ്റുമോ? അത് തന്നെയാണ് സാധ്യതയായും CPM പ്രത്യേകിച്ച് എല്ലാ മണ്ഡലങ്ങളിലും ഇല്ലെങ്കിൽ പോലും ഒരുപക്ഷെ മുഴുവൻ 2 ടേം നിബന്ധന തന്നെ CPM എടുത്ത് കളഞ്ഞേക്കാം. അല്ലെങ്കിൽ ചില പ്രധാന മണ്ഡലങ്ങളിലെങ്കിലും CPM അത്തരമൊരു ഇളവ് നേതാക്കൾക്ക് നൽകിയേക്കാം. അതിലൊരു മണ്ഡലം തീർച്ചയായും നിയമമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വി ശിവൻകുട്ടിയും വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും വി ശിവൻകുട്ടി വന്നാൽ അവിടെ ഇത്തവണയും സീറ്റ് നിലനിർത്താമെന്ന പ്രതീക്ഷ CPMനുണ്ട്, ഇടത് കേന്ദ്രങ്ങൾക്കുണ്ട്. അതിന് അടിസ്ഥാനം ശിവൻകുട്ടിക്ക് മണ്ഡലത്തിലുള്ള രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ബന്ധം തന്നെയാണ്. അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടെ അദ്ദേഹത്തിന് സ്വീകാര്യതയുണ്ട്. ഇപ്പോൾ ഈ സമസ്ത വിഷയമൊക്കെ ചില അനിശ്ചിതത്വം ഉണ്ടാക്കുന്നുവെങ്കിലും നമുക്കറിയാം ഈ സംഘപരിവാർ അതിനെതിരായ പ്രതിഷേധം സംസ്ഥാനത്ത് CPMന് വലിയ മുന്നേറ്റം, ആ രീതിയിൽ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടായിക്കൊടുത്ത വിഷയം ഈ ഭാരതാംബ വിഷയമാണ്. ഭാരതാംബ വിഷയത്തിൽ വി ശിവൻകുട്ടി എടുത്ത ഒരു രാഷ്ട്രീയ സമീപനമുണ്ട്, രാഷ്ട്രീയ ലൈനുണ്ട്. അത് രാജ്ഭവനിൽ പോയി ഗവർണറെ വെല്ലുവിളിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. അതിൻ്റെ അടിസ്ഥാന വിഷയം ഭാരതാംബ വിഷയമാണ്. RSS ചിഹ്നങ്ങൾ, RSS അടയാളങ്ങൾ സംസ്ഥാനത്തെ എല്ലാ പൊതുവാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള ഒരു പോരാട്ടമായി വി ശിവൻകുട്ടിയുടെ രാജ്ഭവൻ എപ്പിസോഡ് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ അത്തരമൊരു പ്രതിച്ഛായ വർദ്ധിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനം, CPMന്റെ പരമ്പരാഗത ഇടത് ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട്, ശിവൻകുട്ടി മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനെ മന്ത്രി എന്ന നിലയിൽ ഒരുപക്ഷെ മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പോലും ഒരു വിധത്തിൽ അദ്ദേഹത്തെ അംഗീകരിക്കും. കാരണം പല വിഷയങ്ങളും അദ്ദേഹം ഇടപെടുന്നത്, അദ്ദേഹം രാഷ്ട്രീയം നോക്കിയല്ല മണ്ഡലത്തിലെ പല വിഷയങ്ങളിലും ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ വി ശിവൻകുട്ടിക്ക് ഈ CPM മന്ത്രി എന്നതിനപ്പുറത്തേക്കുള്ള സ്വാധീന മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞുവെന്ന് CPM വിശ്വസിക്കുന്നു. അത്തരം ചില ബന്ധങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുമുണ്ട്. അങ്ങനെ ശിവൻകുട്ടി വന്നാൽ മറിച്ച് ചിന്തിക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ് CPM ഇപ്പോൾ കരുതുന്നത്. BJPയുടെ പൂട്ടിച്ച അക്കൗണ്ട് ഇത്തവണയും പൂട്ടി തന്നെ കിടക്കും നിയമത്ത് എന്ന് CPM ഉറപ്പിക്കാൻ കാരണം വി ശിവൻകുട്ടി നേതാവിലുള്ള വിശ്വാസമാണ്. മറ്റു ചില പേരുകൾ, ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള പേരുകൾ, മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള പേരുകൾ നേരത്തെ ആദ്യങ്ങൾ സജീവ ചർച്ചയിലുണ്ടായിരുന്നു. ശിവൻകുട്ടി മത്സരിച്ചെങ്കിൽ മാത്രമേ മറ്റു പേരുകളിലേക്ക് CPM പോവുകയുള്ളൂ. അവിടെയാണ് ശിവൻകുട്ടി മത്സരിച്ചെങ്കിൽ മാത്രമേ അവിടെ മറ്റു പേരുകൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും, കാരണം കോൺഗ്രസ് ശക്തമായ സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ അവിടെ CPM വിജയിക്കാൻ എളുപ്പമായത് എന്നുള്ളതൊരു വസ്തുതയാണ്. അതെ, അതിലേക്കാണ് അരുൺ. അതായത് ഇപ്പോൾ LDF സ്ഥാനാർത്ഥി ജയിച്ചു എന്നതിനപ്പുറം CPMന്റെ നിയമം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി അതാരായിരിക്കും എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഏറെ നിർണായകമാണ്. കഴിഞ്ഞ തവണയും കോൺഗ്രസിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി ഉള്ളതുകൊണ്ട് മാത്രമാണ് BJPക്ക് അവിടെ പിന്നോട്ട് പോവാൻ ആയത്, അല്ലെങ്കിൽ പിന്നോട്ട് പോയതും CPMന് അവിടെ ജയിക്കാൻ സാധിച്ചതും. അപ്പോൾ ഇത്തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. BJP അവിടെ ഒരു അക്കൗണ്ട് തുറക്കാൻ പാടില്ല എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ കോൺഗ്രസ് അവിടെ നിർത്തില്ല. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവിടെ കോൺഗ്രസിന്റെ ദുർബലമായ ഒരു സ്ഥാനാർത്ഥി വന്നതുകൊണ്ടാണ് BJP 2016 ജയിച്ചു കയറി എന്ന വിലയിരുത്തൽ പൊതുവിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിയമം പിടിക്കാൻ കെ മുരളീധരനെ കോൺഗ്രസ് കഴിഞ്ഞ തവണ അവിടെ മത്സരിപ്പിച്ചത്. നിയമം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം പിടിച്ച വോട്ടുകൾ വളരെ നിർണായകമായിരുന്നു. ആ വോട്ടുകൾ തന്നെയാണ് വി ശിവൻകുട്ടിയുടെ ജയം അനായാസമാക്കിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ജയത്തിലേക്ക് എത്തിച്ചതെന്ന വസ്തുതയാണ്. മുരളീധരൻ തന്നെ പറയാറുണ്ട്, ഞാൻ അവിടെ മത്സരിച്ചുകൊണ്ടാണ് അവിടെ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത്. CPMന്റെ മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് ഉള്ള മേന്മയോ അല്ലെങ്കിൽ CPMന്റെ മേന്മയോ കൊണ്ടല്ല അവിടെ BJPയുടെ അക്കൗണ്ട് പൂട്ടിയത്. അത് താൻ ഇവിടെ മത്സരിച്ചതുകൊണ്ട് തന്നെയാണ്. അത് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നതാണ്. അത് അവർ ആ വസ്തു തിരിച്ചറിയുന്നു. CPMന്റെ ആരോപണം കോൺഗ്രസ് ദുർബലനായ സ്ഥാനാർത്ഥി നിർത്തി O രാജഗോപാലിന് ജയിക്കാൻ നിയമത്ത് വഴിയൊരുക്കി എന്നുള്ളത് 2016 CPMന്റെ ആരോപണം. അത് മറ്റു തരത്തിൽ ശരിവയ്ക്കുന്ന പ്രതികരണമാണ് ശിവൻകുട്ടി ജയിച്ച ശേഷം 2021 കോൺഗ്രസ് നേതാക്കളും പറഞ്ഞത്. ഞങ്ങളുടെ ശക്തനായ സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് മാത്രമാണ് അവിടെ CPMന് ജയിക്കാനായത്. അവിടെ ഉയർന്ന ചോദ്യം, ആര്യ ചോദിച്ചതുപോലെ
ശക്തനായ സ്ഥാനാർത്ഥിനെ കോൺഗ്രസ് ഇത്തവണ കൊണ്ടുവരുമോ എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ശിവൻകുട്ടിയാണ് CPM സ്ഥാനാർത്ഥിയെങ്കിൽ കെ മുരളീധരനോട് മത്സരിക്കാൻ താല്പര്യമില്ല. അതിന് കാരണം അവിടെ ജയസാധ്യത അവിടെ കുറയും. കാരണം BJP അവരുടെ വോട്ട് എന്തായാലും അടിസ്ഥാന വോട്ടുകൾ പിടിക്കും. ശിവൻകുട്ടി CPM അവരുടെ വോട്ടുകൾ പിടിക്കുമ്പോൾ കോൺഗ്രസ് ലഭിക്കേണ്ട സ്വാഭാവികമായും അവരുടെ അടിസ്ഥാന വോട്ടുകൾക്കപ്പുറത്തേക്ക് പുറത്തുള്ള വോട്ടുകൾ കൂടി ലഭിക്കണം. അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കാതെ പോകും. അങ്ങനെ വന്നാൽ മുരളീധരൻ വീണ്ടും അവിടെ പിന്നിൽ പോകുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കെ മുരളീധരൻ ശിവൻകുട്ടിയാണ് CPM സ്ഥാനാർത്ഥിയെങ്കിൽ അവിടെ മത്സരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ മുരളീധരൻ തിരഞ്ഞെടുക്കുന്ന മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഒരുപക്ഷെ നിയമമായിരിക്കാം. അവിടെ ആര് മത്സരിക്കും? അതുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ അവിടെ സ്ഥാനാർത്ഥി ആരെന്ന ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ പോകും. അപ്പോൾ GV ഹരി എന്ന കാലടി താമസിക്കുന്ന കാലടി സ്വദേശിയായ കോൺഗ്രസിന്റെ ബാലതരംഗത്തിന്റെയൊക്കെ നേതാവ് GV ഹരി എന്ന പേരിലേക്ക് ഒരുപക്ഷെ കോൺഗ്രസ് ദേശീയ ഭാരതരംഗത്തിലേക്ക് പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് അദ്ദേഹം, നേതാവാണ് അദ്ദേഹം. വലിയ രീതിയിൽ ആ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. ആ നാട്ടുകാരന് കൂടിയാണ്. GV ഹരിയുടെ പേരിന് അവിടെ വളരെ പ്രാമുഖ്യം ലഭിക്കും. GV ഹരി ഒരുപക്ഷെ മുരളീധരൻ അല്ലെങ്കിൽ GV ഹരിക്കിന്റെ പേരിനായിരിക്കും അവിടെ ഒന്നാം പേര് തന്നെ GV ഹരി വരാൻ തന്നെയാണ് സാധ്യത. കോൺഗ്രസിന്റെ നേതാവ് GV ഹരി. ഒരു പേര് കൂടി അവിടെ ഉള്ളത് നേമം ഷജീർ എന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പേരാണ്. നമുക്കറിയാം നേമം ഷജീർ ജില്ലയിൽ തന്നെ ഒരു പദയാത്ര നടത്തിയിരുന്നു കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ്. സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾക്ക് ഉന്നയിച്ചുകൊണ്ട് പല വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നേമം ഷജീറിന്റെ ഒരു പദയാത്ര ഉണ്ടായിരുന്നു. നേമം മണ്ഡലത്തിൽ നിറഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു യുവ പ്രവർത്തകൻ കൂടിയാണ് ഷജീറും നേമം മണ്ഡലത്തിന് വേണ്ടി ഇതിനകം പ്രവർത്തനം തുടങ്ങി എന്നാണ് നമുക്ക് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ 1-2 പേരുകൾ അവിടെ കോൺഗ്രസിൽ സജീവമായി തന്നെ ഉണ്ട്. അത് കെ മുരളീധരൻ, അത് വി ശിവൻകുട്ടി മത്സരിക്കുമോ എന്ന് ആശ്രയിച്ചിരിക്കും കോൺഗ്രസിലെ സ്ഥാനാർത്ഥി ആരെന്ന ചർച്ചകളും. ഏതായാലും മുരളീധരൻ, ഷജീർ, GV ഹരി എന്ന പേരുകൾ തന്നെയാണ് അവിടെ ഇപ്പോൾ കോൺഗ്രസിൽ പരിഗണനയുള്ളത്. അത് ആര് മത്സരിക്കുമെന്നത്, ഇടത് സ്ഥാനാർത്ഥി ആരാകും എന്നതിനെ ചുറ്റിപ്പറ്റി തന്നെയാകും ആ ഒരു തീരുമാനം കോൺഗ്രസിൽ ഉണ്ടാവുക. കോൺഗ്രസിനും അവിടെ ഇത്തരത്തിലൊരു പ്രതീക്ഷയുള്ളത് ഇടത് സ്ഥാനാർത്ഥികൾ അവരുടെ വോട്ടും BJP അവരുടെ വോട്ടും പിടിച്ചാൽ കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ടുകൾ കൊണ്ട് തന്നെ ഒരുപക്ഷെ ജയിച്ച് വരാൻ കഴിഞ്ഞേക്കുമെന്ന പ്രതീക്ഷ അവർക്കുമുണ്ട്. അതുകൊണ്ടാണ് അവരും ഇത്തവണ നിയമം ഒരു പ്രസ്റ്റീജിയസ് പോരാട്ടമായി, അഭിമാന പോരാട്ടമായി നിയമം ഏറ്റെടുക്കുന്നത്. തീർച്ചയായും VV അരുണാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ഉള്ളത്. അരുൺ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ LDF ആണ് ജയിക്കുന്നതെങ്കിലും BJP ആണ് ജയിക്കുന്നത് എങ്കിൽ പോലും ആര് ജയിച്ചാലും ആര് തോറ്റാലും അവിടെ നിർണായക സ്വാധീന ശക്തിയായി പോകുന്നത് അല്ലെങ്കിൽ അവിടെ ഘടകമായി മാറുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നമുക്കറിയാവുന്ന കാര്യമാണ്. ശ്രീജിത്ത്, ഇപ്പോൾ ആദ്യം അരുൺ സൂചിപ്പിച്ചതുപോലെ നിയമം അത്രത്തോളം പ്രധാനപ്പെട്ട വിജയസാധ്യതയുള്ള മണ്ഡലമാണ് BJPക്ക്. നിയമത്തെ ജയിച്ചില്ലെങ്കിൽ മറ്റെവിടെ എന്നുള്ള വലിയ ചോദ്യം തന്നെയാണ് BJPക്കുള്ളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെയും നിയമം പിടിക്കുക എന്നുള്ളത് അവരുടെ മുന്നിലെ വലിയ ലക്ഷ്യമാണ്. അതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അടക്കമുള്ള ഘടകങ്ങൾ അവിടെ തിരിച്ചടിയാകാനുള്ള സാധ്യതയുള്ളതിനാൽ അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള തന്ത്രങ്ങളാകുമല്ലോ സ്വാഭാവികമായും മെനയുക. ഇപ്പോൾ ഉള്ള ചർച്ചകൾ രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിനപ്പുറം എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന ചോദ്യം, അതിനപ്പുറം ഈ തെരഞ്ഞെടുപ്പിൽ നിയമം പിടിക്കാനുള്ള തന്ത്രങ്ങൾ അത് ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചാണ്, ഏതൊക്കെ ഘടകങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് BJP? നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ അടിസ്ഥാന വോട്ടുകൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നിയമത്തിന്റെ പ്രസക്തി BJPയെ സംബന്ധിച്ച്. മാത്രമല്ല, കേരളത്തിൽ ആദ്യമായി ഇതുവരെ BJP എല്ലാ കാലത്തും കളിയായിക്കൊണ്ടിരുന്നത് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് തിരുത്തി BJP O രാജഗോപാലിലൂടെ നിയമം പിടിച്ചു. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ അക്കൗണ്ട് തന്നെ പൂട്ടിച്ചു എന്നുള്ളതാണ്. അതായത് സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞ് നടന്ന 2021 തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ BJPക്ക് തിരിച്ചടി ഉണ്ടാകുന്നു. അവിടെ കുമ്മനം രാജശേഖരൻ എന്ന BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും ഒരുപക്ഷെ സംഘപരിവാര പ്രസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖവുമായ കുമ്മനം തന്നെ തോൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJPക്കുണ്ടായ തിരിച്ചടി ചെറുതല്ല. മാത്രമല്ല, അതിന് തൊട്ടുമുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉമ്മൻചാണ്ടിയെ പോലും നിയമത്തെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ള തന്ത്രങ്ങൾ കോൺഗ്രസ് മെനഞ്ഞിരുന്നു. ഉമ്മൻചാണ്ടി നിയമത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞ പുതുപ്പള്ളിയിലെ വീട്ടിൽ നടന്ന നാടകീയമായ രംഗങ്ങളെല്ലാം അന്ന് കണ്ടതുമാണ്. അതായത് നിയമത്തെ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കുക എന്നുള്ളതായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്ന ഘടകം, ചർച്ച എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പരാജയം വന്ന ശേഷം ആ അക്കൗണ്ട് പൂട്ടിച്ചതിന്റെ അവകാശവാദവുമായി ഇരുവിഭാഗങ്ങളും രംഗത്തെത്തി. മുഖ്യമന്ത്രി തന്നെ വന്ന് പറഞ്ഞത് ആ അക്കൗണ്ട് ഞങ്ങൾ അങ്ങ് പൂട്ടിച്ചു കേട്ടോ എന്ന് പറഞ്ഞ് നടത്തിയ പ്രസ്താവന വളരെ പ്രധാനപ്പെട്ടതാണ്, കയ്യടി നേടിയതാണ്.
അവിടെ കെ മുരളീധരനും തന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് ഈ അക്കൗണ്ട് പൂട്ടിച്ചത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഒരു അരുൺ ചൂണ്ടിക്കാണിച്ച അനുസരിച്ച് മുരളീധരനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് എത്തിയില്ല എങ്കിൽ അവിടെ കോൺഗ്രസ് വോട്ടുകൾ കാര്യമായി കിട്ടില്ല. അതാണ് പലപ്പോഴും BJPക്ക് നേട്ടമായി മാറാറുള്ളത് എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കുറെ കാലമായി നേമം മണ്ഡലത്തിൽ BJP മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ആവട്ടെ ഏതാണ്ട് 22,000-ൽ പരം വോട്ടുകൾ അവിടെ ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ അല്ല അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM അവിടെ മൂന്നാമതാണ് പോകുന്നത്. പക്ഷെ അതേ തൊട്ടടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ആണ് ആ മണ്ഡലം പിടിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അവിടെ മാറി മാറി വോട്ട് ചെയ്യുന്ന വോട്ടർമാരുടെ ഒരു വലിയ ഘടകമുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരത്ത്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ അപൂർവ മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അവിടെയാണ് കാലേ കൂട്ടി മുന്നിട്ടിറങ്ങുക. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്ലസ് പോയിന്റ് തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ഇവരെ എല്ലാവരെയും നേരിട്ട് കണ്ട് വോട്ട് തേടിയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അതിന്റെ ഗുണം 22,000. ഒരുപക്ഷെ O രാജഗോപാലിന് ലഭിച്ച 18,000 വോട്ടിന്റെ ലീഡായിരുന്നു 2014 ലഭിച്ച 18,000 വോട്ടിന്റെ ലീഡായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതായിരുന്നു ഏറ്റവും കൂടുതൽ ലീഡ്. അതിനപ്പുറത്തേക്ക് കടക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 4,000 വോട്ടിനാണ് ഏതാണ്ട് 5,000-ന് താഴെ വോട്ടിനാണ് അവിടെ ശിവൻകുട്ടി ജയിക്കുകയും ചെയ്യുന്നത്. അതായത് ഏത് സാഹചര്യം വന്നാലും ഇത്തവണ നിയമം പിടിക്കാം എന്നതാണ്. പക്ഷെ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി എന്നുള്ളത് പ്രധാനമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിലേക്ക് എത്തുന്നത്. അവിടെ BJP ഇത്തവണ തീരുമാനിച്ചിട്ടുള്ളത് വളരെ മുൻപ് തന്നെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക, അവിടെ സാന്നിധ്യം ഉണ്ടാകണം എന്നുള്ളതാണ്. ആ നിലയിലാണ് ഏതാണ്ട് വളരെ മുൻപ് തന്നെ, ഇതിപ്പോ ഇനിയും തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ, പക്ഷെ അതിന് മുൻപ് തന്നെ മണ്ഡലം തീരുമാനിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ അവിടെ കളം പിടിക്കാൻ ഇറങ്ങുന്നത്. വളരെ പ്രതികൂലമായ പല ഘടകങ്ങളും ഉണ്ടാകും. ഈ അക്കൗണ്ട് പൂട്ടിക്കുക, ഇത് തുറക്കില്ല, ഇനിയും സമ്മതിക്കില്ല എന്നുള്ളതൊക്കെ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രധാന ചർച്ചാ വിഷയം. അവിടെ V ശിവൻകുട്ടി എന്ന അതികായനായ നേതാവ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലം, അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ, തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം വീണ്ടും മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് ശിവൻകുട്ടിയുടെ കൂടി ഒരു പ്രവർത്തന ശൈലിക്ക് കിട്ടിയ അംഗീകാരമാണ്. എന്തായാലും സംഘപരിവാറുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് ശിവൻകുട്ടി ഇപ്പോഴുള്ളത്. ആ വോട്ടുകൾ, ഇപ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള വോട്ടുകൾ പോലും പിടിക്കാനുള്ള ഒരു തന്ത്രം കൂടിയായി ഫലത്തിൽ ശിവൻകുട്ടിയുടെ ഈ നീക്കത്തെ കാണേണ്ടി വരും. എന്തായാലും BJP മാത്രമല്ല CPM-ഉം കോൺഗ്രസും ഒക്കെ ഇക്കാര്യത്തിൽ നിയമത്തിന്റെ കാര്യത്തിൽ കരുക്കൾ നീക്കി തുടങ്ങിക്കഴിഞ്ഞു. നിയമം വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറും അടുത്ത തെരഞ്ഞെടുപ്പിലും. തീർച്ചയായും ശക്തമായ ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള, ഇനി വഹിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് മണ്ഡലം തന്നെയാകും നിയമം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് തങ്ങളുടെ മണ്ഡലമാണ് എന്ന് ഉറച്ചു പറയാൻ ഒരു പാർട്ടികൾക്കും ഒരു മുന്നണികൾക്കും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിയമത്തേത്. അത് ഓരോ തവണ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും ഒക്കെ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ, അല്ലെങ്കിൽ വിജയ ജയ തോൽവികളൊക്കെ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. ആർക്കൊപ്പം നിയമത്തെ വോട്ടർമാർ നിൽക്കും എന്നുള്ളത് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് നിയമത്തുള്ളത്. നമുക്ക് ആ കണക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. MG മിഥുൻ നമുക്കൊപ്പം ആ കണക്കുകളുമായി ചേരുകയാണ്. മിഥുൻ, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മാറി മാറി വരുന്ന കണക്കുകളാണ്, ജയസാധ്യതയാണ്, ആർക്കൊപ്പം നിൽക്കും, എത്ര ഭൂരിപക്ഷം ഉണ്ടാകും എന്നൊന്നും ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യം. അത്തരത്തിലൊരു മണ്ഡലം നമുക്ക് പോയ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെയും കണക്കുകളിലേക്കൊന്ന് നോക്കാം. അതെ, തീർച്ചയായും. എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ നിയമത്ത് മത്സരിപ്പിക്കാൻ BJP തീരുമാനിക്കുന്നു എന്നുള്ളതിൻ്റെ ചില കണക്കുകൾ നമുക്ക് നോക്കാം. അതായത് BJP 2014, 2019, 2024 ഈ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ നോക്കുമ്പോൾ 50,685 വോട്ടുകൾ 2014 ലഭിച്ചെങ്കിൽ 2019 വരുമ്പോൾ അത് 58,513 ഉയർത്താൻ BJPക്ക് സാധിച്ചു. അത് 2024 വരുമ്പോൾ 61,227 വോട്ടുകളായി വന്നിരിക്കുന്നു. 2014 O രാജഗോപാലായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ 2019 അവിടെ കുമ്മനം രാജശേഖരൻ വരുന്നു. അവിടുത്തെ ഭൂരിപക്ഷം വോട്ട് നില വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. 2024 ഇപ്പോൾ ആരെയാണോ നിയമത്ത് മത്സരിപ്പിക്കാൻ BJP തീരുമാനിക്കുന്നത് ആ സ്ഥാനാർത്ഥി ലോക്സഭാ തിരുവനന്തപുരം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് മത്സരിക്കുമ്പോൾ അവിടെ 61,227 വോട്ടുകൾ 2024 ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടി എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിയമസഭാ വോട്ടുകൾ നോക്കുമ്പോൾ 2011 43,661 വോട്ടുകളായിരുന്നു BJP നേടിയിട്ടുള്ളത്. അത് 2016 വരുമ്പോൾ അന്ന് O രാജഗോപാൽ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി. 2016 വരുമ്പോൾ അത് 67,813 ഉയർത്താൻ, അതായത് ഏകദേശം 24,000-ഓളം വോട്ടുകളുടെ
അധികം നേടാൻ ഒ രാജഗോപാലിനെ കൊണ്ട് 2014 സാധിക്കുന്നു. അത് വിജയിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. 2021 അത് 51,888 കുറയുകയും ചെയ്ത സാഹചര്യങ്ങളാണ്. അത് നമുക്ക് ഓരോ കണക്ക് വെച്ച് നോക്കാം. അതായത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് CPM സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയാണ്. വി ശിവൻകുട്ടി നേടിയത് 50,076 വോട്ടുകളാണ്. ഒ രാജഗോപാൽ 43,661 വോട്ടുകൾ ചേർന്നു. മൂന്നാമതായിട്ടുണ്ടായിരുന്നത് ചാരുവാർ രവി. അത് സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ചാരുവാർ രവിയായിരുന്നു. അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ലായിരുന്നു. 2006 കോൺഗ്രസ് മത്സരിച്ച് വിജയിച്ച എൻ ശക്തൻ വിജയിച്ച മണ്ഡലമായിരുന്നു. അതിനുശേഷം 2011 വരുമ്പോൾ അത് ഒരു ഘടകകക്ഷിക്ക് അത് കൈമാറുകയും ചെയ്തു. അങ്ങനെ ഒരു മുഖമല്ലാത്ത അല്ലെങ്കിൽ അത്രത്തോളം ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അല്ലായിരുന്നു UDFന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ വെല്ലുവിളി വി ശിവൻകുട്ടിക്ക് ഉയർത്താൻ അന്ന് ഒ രാജഗോപാലിനെ കൊണ്ട് സാധിക്കുകയും ചെയ്യുന്നു. പക്ഷേ എങ്കിൽ പോലും തന്നെ 6,415 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അന്ന് CPM സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി അവിടുന്ന് വിജയിച്ച് കയറുകയും ചെയ്തു. പക്ഷേ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒ രാജഗോപാൽ മത്സരരംഗത്തേക്ക് വരുന്നു. ഒ രാജഗോപാൽ അവിടെ നേടിയത് 50,685 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് വോട്ടുകൾ നേടിയെന്നുള്ളതാണ്. ശശി തരൂരായിരുന്നു അന്ന് കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി. 32,639 വോട്ടുകൾ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശശി തരൂരിന് നേമത്ത് നിന്ന് ലഭിച്ചത്. മൂന്നാമതായി ബെന്നറ്റ് എബ്രഹാമിന് 31,643 വോട്ടുകൾ CPയുടെ സ്ഥാനാർത്ഥിയാണ്, ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്നു. മൂന്നാമതായ 31,643 വോട്ടുകളുടെ, അതായത് ഭൂരിപക്ഷം നോക്കുമ്പോൾ 18,046 വോട്ടുകൾ ഒ രാജഗോപാലിന് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് നേടാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് 2016 ഒ രാജഗോപാലിനെ തന്നെ മത്സരിപ്പിക്കാൻ BJP തീരുമാനിക്കുന്നത്. ഒ രാജഗോപാൽ 67,813 വോട്ടുകൾ നേടി. വി ശിവൻകുട്ടിയാകട്ടെ 59,142 വോട്ടുകൾ നേടി. വി സുരേന്ദ്രൻ JDUവിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. വി സുരേന്ദ്രൻ 13,860. അതാണ് BJP വിജയിക്കാനുണ്ടായ സാധ്യത. അതായത് ഒരു അത്രത്തോളം ശക്തനല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് മത്സരിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെയാണ് വി ശിവൻകുട്ടിക്ക് അവിടെ പരാജയപ്പെടേണ്ടി വന്നതും. ഒപ്പം തന്നെ BJPക്ക് ആദ്യമായി കേരളത്തിൽ ഒരു നിയമസഭ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായതും ഒപ്പം തന്നെ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചതെന്നുള്ള CPMന്റെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ശരിവെക്കുന്നു. അത് തന്നെയായിരുന്നു. കാരണം വി സുരേന്ദ്രൻ 13,860 വോട്ടുകൾ മാത്രമാണ് നേടിയതെന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ അന്ന് എൻ ശക്തനെ പോലെയുള്ള ശക്തനായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തന്നെ ആ സീറ്റ് വീണ്ടും ഏറ്റെടുത്തുകൊണ്ട് നിർത്താൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒ രാജഗോപാലിന് അന്ന് അവിടെ വിജയിച്ച് കയറാൻ സാധിക്കില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നീട് 2019 വരുമ്പോൾ കുമ്മനം രാജശേഖരൻ 58,513 വോട്ടുകൾ നേടി. അതായത് 2014 ഒ രാജഗോപാൽ നേടിയതിനേക്കാൾ കുറച്ചധികം വോട്ടുകൾ കുറവാണ് എങ്കിൽ പോലും തന്നെ ഭൂരിപക്ഷം നിലനിർത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് കുമ്മനം രാജശേഖരനെ കൊണ്ട് അവിടെ സാധിച്ചത്. ശശി തരൂര് നേമത്ത് കുറച്ചുകൂടി വോട്ട് നേടുന്നു എന്നുള്ളതായിരുന്നു അന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ശശി തരൂർ ആകട്ടെ 46,472 വോട്ടുകൾ, സി ദിവാകരൻ 33,921 വോട്ടുകൾ നേടുകയും ചെയ്തു. 12,041 വോട്ടുകളായിരുന്നു അന്ന് BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ നേമമണ്ഡലത്തിൽ നിന്ന് സ്വന്തമാക്കുകയും ചെയ്തു. ഇനി നമുക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ, അതായത് BJP 2016 ആദ്യമായി നേടിയ ആ സീറ്റ് പൂട്ടിച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു 2021. അന്ന് വി ശിവൻകുട്ടി 55,837 വോട്ടുകൾ നേടി. ഭൂരിപക്ഷം 3,949 എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണേണ്ടത്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. കുമ്മനം രാജശേഖരൻ 51,888 വോട്ടുകളാണ് നേടിയത്. അതിന് നിർണായകമായത് നേരത്തെ അരുണും ഒപ്പം തന്നെ ശ്രീജിത്തുമൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ മുരളീധരൻ അവിടേക്ക് വരുന്നു. ഒരു ശക്തനായ സ്ഥാനാർത്ഥി നേമത്തേക്ക് വന്നത് തന്നെയാണ് BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ സഹായമായത് എന്ന് നമുക്ക് ഉറപ്പിച്ച് ഇടപെടുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ് കൂടി ചേരുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, നമസ്കാരം. ഈ ഇടത് വലത് മുന്നണികൾ ചേർന്ന് പൂട്ടിയ അക്കൗണ്ടാണ് നേമത്തെ BJPയുടേത്. അത് സംസ്ഥാന പ്രസിഡന്റ്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെ ഉപയോഗിച്ച് ഇറക്കിക്കൊണ്ട് തിരികെ പിടിക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ? എത്രത്തോളം ആത്മവിശ്വാസം BJPക്ക് ഇക്കാര്യത്തിൽ വേണം? ഈ ഇരു മുന്നണികളുടെയും പ്രധാനപ്പെട്ട അജണ്ട എന്താണ് എന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമായല്ലോ. അതായത് തങ്ങൾക്ക് ജയിക്കുക എന്നുള്ളതിനെക്കാട്ട് കൂടുതൽ BJPയെ തോൽപ്പിക്കുക, BJPക്ക് ശക്തിയുള്ള ഒരു സ്ഥലത്ത് BJPയെ അതായത് BJPക്ക് ശക്തിയുള്ള ഒരു സ്ഥലം വരുമ്പോൾ, കുറച്ചെങ്കിലും വോട്ട് കിട്ടുന്ന ഒരു സ്ഥലം വരുമ്പോൾ ഇവർ എല്ലാം മറന്ന് ഒന്നാകുന്ന കാഴ്ച നമ്മൾ പല പ്രാവശ്യം കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അത് മഞ്ചേശ്വരത്ത് കണ്ടിട്ടുണ്ട്, നേമത്ത് കണ്ടിട്ടുണ്ട്, അങ്ങനെ മറ്റ് വട്ടിയൂർക്കാവിൽ കണ്ടിട്ടുണ്ട്, അങ്ങനെ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പം അവരുടെ അതൊന്ന് തുറന്നു കാണിക്കുക എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ നല്ല വൃത്തിയായിട്ടത് ചെയ്തിട്ടുണ്ട്. പിന്നെ
ഇവിടെ നിയമം കാലങ്ങളായി BJPക്ക് ശക്തിയുള്ളൊരു മണ്ഡലമാണ്. വളരെ 2021 BJPക്ക് കുറച്ചൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. അതിൻ്റെതായ പ്രശ്നങ്ങൾ കൊണ്ടും കൂടി ആയിരിക്കണം 2021 ഇവിടെ പരാജയപ്പെടാനുണ്ടായ ഒരു കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ നിന്ന് തിരിച്ചറിഞ്ഞ് ആ പാഠം ഉൾക്കൊണ്ട് വേണ്ട രീതിയിലുള്ള കറക്ഷൻസ് ഒക്കെ നടത്തി മുമ്പോട്ട് പോയാൽ അവിടെ BJPക്ക് വീണ്ടും ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. കാര്യം അവിടെ BJPയുടെ അടിത്തറ വളരെ ശക്തമാണ്. BJPയുടെ ബേസ് വോട്ടുകളും ശക്തമാണ്. ഇനി ഇരുവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ എങ്ങനെയൊക്കെ നിന്നാൽ പോലും അതിനെ മറികടക്കാൻ വേണ്ട കരുത്തും ആത്മവിശ്വാസവും. പക്ഷേ ഈ സാഹചര്യത്തിൽ തന്നെയല്ലേ കഴിഞ്ഞ തവണ വി ശിവൻകുട്ടി അവിടെ ജയിച്ചത്? അപ്പോൾ ഈ വോട്ടുകൾ എവിടെ പോയിരുന്നു എന്നുള്ള ചോദ്യമില്ലേ? അല്ല, ഉണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, അവിടെ BJPക്ക് ഇത്തിരി ആത്മവിശ്വാസം, കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാര്യം ഒരു പ്രാവശ്യം വിജയിച്ചു, 2016 വിജയിച്ചു. അത് ഇനിയും എന്നേക്കും ആ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്ന ഒരു ഓവർ കോൺഫിഡൻസ് BJP അവിടുത്തെ സംഘടനയ്ക്കും അവിടുത്തെ പ്രവർത്തകർക്കും ഉണ്ടായിരുന്നു. എന്നാൽ മറുപക്ഷം വളരെ ശക്തമായി ഉണർന്നു പ്രവർത്തിച്ചു. എങ്ങനെയും ഇത് പൊട്ടിച്ചേ പറ്റുള്ളൂ. ആ ഒരു സംഭവം യഥാർത്ഥ വെല്ലുവിളി വേണ്ടത്ര ഗൗരവത്തോടെ തിരിച്ചറിയാൻ BJPക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇത്തവണ അതല്ല അവസ്ഥ. അതിൽ നിന്ന് ആ പരാജയത്തിൽ ഇവരൊക്കെ പറയും BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചേ എന്ന് പറയുന്ന കേട്ടതൊന്നുമല്ല. BJPക്ക് അവിടെ ഒരൊറ്റ വോട്ട് പോലും കിട്ടിയിട്ടില്ല എന്ന്. ഈ 2021 ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ലോകാവസാനമാണല്ലോ ഇവരുടെയൊക്കെ വിചാരം. കാലം ഇനിയും മുമ്പോട്ട് പോകുന്നേ, തെരഞ്ഞെടുപ്പുകൾ ഇനിയും വരും. അത് അക്കാര്യത്തില് തോറ്റു ജയിച്ച് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സംഘടനയാണ് BJPയെ പോലെ തോറ്റവർ വേറെ ആരെങ്കിലും ഉണ്ട്? ഇങ്ങനെ തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതിൽ നിന്ന് ആ ഒരു വളരെ ആ തോൽവികളുടെയും തിരിച്ചടികളുടെയും തീച്ചുളകളിൽ കൂടെ തന്നെ കടന്നു വന്നാണ് BJP ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 2026 സ്ഥിതി വ്യത്യസ്തമാക്കാനുള്ള എല്ലാ ആയുധങ്ങളും ഇപ്പൊ BJPക്കുണ്ട്, ആ കരുത്തും BJPക്കുണ്ട്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് തന്നെ നിൽക്കട്ടെ. രണ്ടുപേരും കൂടെ ഒറ്റ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതായിരിക്കും കൂടുതൽ സൗകര്യം. ശരി, വളരെ നന്ദി ശ്രീ ഷാബു പ്രസാദ് ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. എന്തായാലും നിയമം എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു പ്രധാനപ്പെട്ട മണ്ഡലം തന്നെയാണ്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു നിർണായക സ്വാധീന ശക്തിയായി അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മണ്ഡലമായി മൂന്ന് മുന്നണികളും ഒരേപോലെ നോക്കിക്കാണുന്ന മണ്ഡലമാണ്. എന്തായാലും കാലേ കൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ BJP ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് പൂട്ടിപ്പോയ തങ്ങളുടെ അക്കൗണ്ട് തുറക്കാനുള്ള വലിയ പരിശ്രമം ഇതിനോടകം തന്നെ BJP ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറുതന്ത്രം മറ്റ് രണ്ട് മുന്നണികളും ഇതിനോടകം തന്നെ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നതാണ് രാഷ്ട്രീയ സാഹചര്യം. നമ്മൾ വാർത്തകളിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഷാർജയിൽ ജീവനൊടുക്കിയ വിഭജികയുടെ മകൾ വൈഭവിയുടെ സംസ്കാര കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. മൃതദേഹം UAEയിൽ സംസ്കരിക്കാനുള്ള തീരുമാനം ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെട്ടാണ് തടഞ്ഞത്. വിഭജികയുടെ അമ്മയും സഹോദരനും ഷാർജയിൽ എത്തിയിട്ടുണ്ട്. നിതീഷിന്റെ കുടുംബത്തിനെതിരായ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് വിഭജികയുടെ കുടുംബം. വിനീഷ് നമുക്കൊപ്പം ചേരുകയാണ്. വിനീഷ്, നമ്മൾ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നീതി തേടി വിഭജികയുടെ കുടുംബം ഷാർജയിൽ എത്തിയിരിക്കുകയാണ്. അവരുടെ പരാതികളും ആരോപണങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് വൈഭവിയുടെ ആ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങ് മാറ്റിവെക്കുന്നതിൽ ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെട്ടത്. ഇനിയുള്ള നിയമ പോരാട്ടത്തിലും എത്രത്തോളം പിന്തുണ അവർക്ക് ലഭിക്കും അവിടെ നിന്ന് എന്നുള്ള ചോദ്യവുമുണ്ട്. അത് നമുക്കറിയണം. അതിനപ്പുറം ഈ കുടുംബത്തിന്റെ നിയമ പോരാട്ടം അതെങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഇപ്പോൾ? തീർച്ചയായും വിഭജികയുടെ മാതാവ് ശൈലജ വലിയൊരു നിയമ പോരാട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. ഈ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടൽ, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഇടപെടലാണ് നിർണായകമായ ചില നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നടക്കാനുള്ള അവസാന ഘട്ടത്തിലായിരുന്നു ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടൽ. അതായത് വൈഭവിയുടെ സംസ്കാര ചടങ്ങാണ് നിർത്തിവെക്കുകയും മൃതശരീരം തിരികെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്ത് വിഭജികയുടെ ഭർത്താവായ നിതീഷ് വൈഭവിയുടെ മൃതദേഹം ഷാർജ ശ്മശാനത്തിൽ സംസ്കരിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്തായിരുന്നു കോൺസുലേറ്റിന്റെ പ്രതിനിധികൾ ഇടപെട്ടത്. വിഭജികയും കുഞ്ഞും ഒരേ സമയം മരിച്ച സംഭവത്തിൽ സംശയങ്ങൾ എന്നായിരുന്നു പറഞ്ഞത്. വിഭജികയുടെ അമ്മ ശൈലജ
മൃതദേഹം ഇന്ത്യയിലെ നാട്ടിൽ സംസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ നിതീഷിനെ അറിയിച്ച സാഹചര്യമായിരുന്നു ഉണ്ടായത്. തുടർന്ന് സംസ്കാരം നടത്താതെ കുഞ്ഞിന്റെ മൃതദേഹം തിരികെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോവുകയും ചെയ്തത്. ഷാർജ അധികൃതരും ഇന്ത്യൻ കോൺസുലേറ്റും ചേർന്നുള്ള ചർച്ചകളിലൂടെയായിരിക്കും ഇനിയിപ്പോൾ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. അതുവരെയും ഈ വൈഭവിയുടെ മൃതശരീരം മോർച്ചറിയിൽ സൂക്ഷിക്കും. വിഭജികയുടെ അമ്മ ശൈലജ ഷാർജ അധികൃതർക്ക് ഇന്നലെ തന്നെ ഒരു കത്ത് നൽകിയിരുന്നു. ഈ കത്തിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. വിഭജികയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞതായിട്ട് ഉള്ള വ്യക്തതകൾ ഇനിയും വരാനുണ്ട്. എന്തായാലും ഇരുവരുടെയും മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ബന്ധുക്കളും അതുപോലെ തന്നെ ശൈലജയും. ആര്യ, തീർച്ചയായും എസ് വിനീഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചന കാര്യത്തിൽ ഇന്നും ചർച്ചകൾ തുടരും. ദിയാധനം സ്വീകരിക്കുന്നതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാനാണ് ചർച്ചയിലൂടെ ശ്രമിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാനുള്ള ഉത്തരവ് ഇന്നലെയാണ് വന്നത്. കാന്തപുരത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്തു നിന്നുള്ള ചർച്ചകളും ഇവിടെ നിർണായകമായിരുന്നു. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഈ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയൊക്കെ നടന്ന ചർച്ചകളിൽ അനുകൂലമായ നമുക്ക് ആശാവഹമായ തീരുമാനങ്ങളൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതിന് തെളിവായിരുന്നു ഈ വധശിക്ഷ നീട്ടിവെച്ചത്. ഇനിയും അത്തരത്തിൽ തന്നെ ഉണ്ടാകട്ടെ എന്നാണ് കേരളക്കരയിലെ ഓരോ ആളുകളും ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇവിടെ ഏറ്റവും നിർണായകം ഈ തലാലിന്റെ കുടുംബം ഈ ദിയാധനം സ്വീകരിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്. അതിനുള്ള സാധ്യതകൾ എത്രത്തോളം മുന്നിലുണ്ട് എന്നതാണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആര്യ, ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ആദ്യം ഒന്ന് ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തലാലിന്റെ കുടുംബം ഇതിന് അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, അതിനു മുമ്പ് തന്നെ ഈ ഗോത്ര വിഭാഗങ്ങൾക്ക് ഏറ്റവും സ്വാധീനമുള്ള മേഖലയാണ്. ഈ ഗോത്ര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഒരു പൗരൻ കൂടിയാണ് ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ. അതുകൊണ്ട് തന്നെ അവരെ അനുനയിപ്പിക്കുക എന്നുള്ള വലിയൊരു വെല്ലുവിളി ഇതിനു മുമ്പിലുണ്ട്. അതിനുശേഷം ഈ കുടുംബത്തെ ഒരു ഭൂരിഭാഗം ആളുകളും ഇതിനോട് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ തലാലിൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല, ഇതിനോടൊരു അനുഭാവപൂർണ്ണമായിട്ടുള്ള നടപടിയിലേക്ക് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറല്ല, ഒരാൾക്ക് മാപ്പ് നൽകാൻ തങ്ങൾക്ക് സാധിക്കില്ല, ഈ ദിയാധനം സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന ആ ഒരു നിലപാടിൽ അവർ ഇപ്പോഴും നിൽക്കുന്നു എന്നതാണ് ഇതൊരു മറ്റൊരു വെല്ലുവിളിയായിട്ടുള്ളത്. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, അവരെയെല്ലാം തന്നെ ഈ ദിയാധനം ബ്ലഡ് മണി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ ചർച്ചകൾ നടത്തി അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത്രത്തോളം വലിയൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള 3-ാം ദിവസമാണ് മധ്യസ്ഥ ചർച്ചകൾ തുടരുന്നത്. ഇന്ത്യൻ സമയം 1 മണിയോടുകൂടി ഈ ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം കൃത്യമായി പറഞ്ഞാൽ ഇന്നായിരുന്നു ഈ ഒരു വധശിക്ഷ നടപ്പാക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള എല്ലാ ഉത്തരവും പബ്ലിക് പ്രോസിക്യൂട്ടർ കൈമാറിയിരുന്നു. ജയിലധികൃതർ അതിൻ്റെ നടപടികളെല്ലാം തന്നെ കൈക്കൊള്ളുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ഇന്നലെ സനയിലെ ക്രിമിനൽ കോടതിയെ സമീപിക്കുകയും ഒപ്പം തന്നെ ഹർജി നൽകിയും അടിയന്തരമായി പരിഗണിച്ചുകൊണ്ട് ആ ഉത്തരവ് നീട്ടിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. അതിപ്പോൾ ഒരു ആശ്വാസം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മാറ്റിവെച്ചത് അല്ലാതെ മറ്റൊരു തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ലഭ്യമാകുമെന്നുള്ളത് തന്നെയാണ്. അവിടുത്തെ നടപടി ക്രമങ്ങൾ അനുസരിച്ച് ഇനി ഏതെങ്കിലും ഒരു തീയതി നിശ്ചയിക്കണമെങ്കിൽ വീണ്ടും ഈ സിറ്റിംഗ് കൂടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിച്ച് നിലവിലെ സ്റ്റാറ്റസുകളൊക്കെ പരിഗണിച്ചതിന് ശേഷം വീണ്ടും ഒരു ഉത്തരവ് ഇറക്കുക, ആ ഉത്തരവ് പിന്നീട് ജയിൽ അധികൃതർക്ക് കൈമാറുക എന്നുള്ളൊരു വലിയ പ്രോസസ്സ് പിന്നെയും കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സമയം ഈ ഒരു ചർച്ചകൾക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് വളരെ ആശ്വാസകരമായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി എങ്കിൽ പോലും തന്നെ ഇനി മുൻകാലങ്ങളിലെ പോലെയൊക്കെ തന്നെ ഇത്രയും സമയമുണ്ടല്ലോ എന്ന് കരുതി അത് നീട്ടിവെക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും മധ്യസ്ഥ ചർച്ചകൾ തുടരാൻ തന്നെയാണ് തീരുമാനം. ഗോത്രവിഭാഗങ്ങളെ അനുനയിപ്പിക്കുക എന്നുള്ള വലിയ വെല്ലുവിളി, അതിനൊപ്പം തന്നെ കുടുംബത്തെ മുഴുവൻ ഇതിനോടൊപ്പം ചേർക്കുക, ഇതിനുശേഷം ഈ ശിക്ഷാവിധി റദ്ദാക്കുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തോടെ തന്നെയാണ് കുടുംബം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ആര്യ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, MG മിഥുനാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും അനുകൂലമായ വിധി തന്നെ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് കേരളം ഉള്ളത്. ധർമ്മസ്ഥലയിൽ കൊലയാളികൾക്ക് കുരുക്കുമുറുകുന്നു. അനന്യ ഭട്ടിന്റെ തിരോധാനത്തിൽ അന്വേഷണം ആരംഭിച്ചു. MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ടിന്റെ തിരോധാനത്തിൽ 22 വർഷങ്ങൾക്ക് ശേഷമാണ് പോലീസ് പരാതി സ്വീകരിക്കുന്നത്. മുൻപ് പെൺകുട്ടിയുടെ തിരോധാനം അന്വേഷിക്കാനെത്തിയ കുടുംബാംഗങ്ങൾക്ക് അതിക്രൂരമായ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത്. ಯಾವ ರಕ್ಷಣೆನೂ ಕೇಳಿಲ್ಲ ನಾನು. ಒಳ್ಳೆ ಪಾಸಿಟಿವ್ ಒಳ್ಳೆ ಇದನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ, ಹೋಪ್ ಕೊಟ್ಟಿದ್ದಾರೆ. ಕಾನೂನಲ್ಲಿ ಏನೇನು ಮಾಡಬೇಕು ಅದನ್ನು ನಾನು ಮಾಡಿಕೊಡ್ತೀನಿ ಅಂತ ಹೇಳಿದ್ದಾರೆ. ಇವರು ಅಷ್ಟೇ ಒಳ್ಳೆ ಹೋಪ್ ಕೊಟ್ಟಿದ್ದಾರೆ.
ನೀವೇನು ಕೆಲಸ ಮಾಡ್ತಿದ್ದೀರಾ? ನಾನು ಇದರಲ್ಲಿ ಸೆಂಟ್ರಲಲ್ಲಿದ್ದೆ. ನಾನು ಸ್ಟೆನೋ ಆಗಿದ್ದೆ, ಮಾಮೂಲಿ SBC ಕ್ಲರ್ಕ್ ಆಗಿ ಸ್ಟೆನೋ ವರ್ಕರ್ ಆಗಿ. ಯಾವ ಸಂಸ್ಥೆ? ನಾನು ಒಂದು ಸಂಸ್ಥೆಯಲ್ಲಿ ಸೆಂಟ್ರಲಲ್ಲಿ ಅಷ್ಟೇ. ನಾನು ಅದಕ್ಕಿಂತ ಮೇಲೆ ಏನೂ ಹೇಳೋದಿಲ್ಲ ಇವಾಗ. ಸರ್, ಕಂಪ್ಲೇಂಟಲ್ಲಿ ಇವ್ರ ಮಗಳು 2003 ಇದರಲ್ಲಿ ನಮ್ಮ ಕಸ್ತೂರ್ಬಾ ಹಾಸ್ಪಿಟ್ಲ್ ಇದೆ ಮಣಿಪಾಲಲ್ಲಿ, ಅಲ್ಲಿ ಮೆಡಿಕಲ್ ಮಾಡ್ತಾಯಿದ್ರು. ಅವರು ಇಲ್ಲಿ ಧರ್ಮಸ್ಥಳಕ್ಕೆ ಬಂದ ಮಿಸ್ಸಿಂಗ್ ಆಗಿದ್ದರು. ಅದಾದಮೇಲೆ ಇವರು ಮೊನ್ನೆ ಇವೆಲ್ಲ ಡೆವಲಪ್ಮೆಂಟ್ಸ್ ಆಯ್ತಲ್ಲ, ಅದನ್ನು ನೋಡಿಬಿಟ್ಟು ಇವ್ರ ಮಗಳು ಇಲ್ಲಿ ಮಿಸ್ಸಿಂಗ್ ಆಗಿದ್ದರಿಂದ ಅಕಸ್ಮಾತ್ ಏನಾದ್ರು ಇವರು ಬಾಡಿಯನ್ನು ಎಕ್ಸ್ಯೂಮ್ ಮಾಡಿಸಿ ಏನಾದ್ರು ಬಾಡಿ ಸ್ಕೆಲಿಟನ್ ಏನಾದರೂ DNA ಮ್ಯಾಚ್ ಇದೆ, ಇದನ್ನು ನಮಗೆ ಕೊಡಿ ಅಂತ ಇವ್ರಿಗೆ ಹಿಂದೂ ಸಂಪ್ರದಾಯದ ಪ್ರಕಾರ ಶಾಸ್ತ್ರ ಎಲ್ಲ ಮಾಡಿಬಿಟ್ಟು ಅವ್ರನ್ನ ಮುಕ್ತಿ ಕೊಡಿಸೋಣ ಅಂತೇಳ್ಬಿಟ್ಟು SP ಸರ್ವಿಸ್ ಕೇಳಿದ್ವಿ. SP ಅವರು ತುಂಬ ಪಾಸಿಟಿವ್ ರೆಸ್ಪಾನ್ಸ್ ಮಾಡಿ ಅದನ್ನು ಇಲ್ಲಿ ರೆಫರ್ ಮಾಡಿದ್ರು. ಇವರು ನಮಗೆ ಚೆನ್ನಾಗಿ ರೆಸ್ಪಾನ್ಸ್ ಮಾಡಿದ್ರು. ಎಲ್ಲ ಕೊಟ್ಟಿದ್ದಾರೆ, ಅಕ್ನಾಲ್ಮೆಂಟ್ ಕೊಟ್ಟಿದ್ದಾರೆ. ഫർദർ എൻക്വയറി കറിತೀನಿ ಅಂತ ಹೇಳಿ. KV ബൈജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് നമുക്കൊപ്പം. ബൈജു, ഈ ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരകളുടെ ചുരുളഴിക്കുക എന്നുള്ള വലിയ പരിശ്രമത്തിലാണ് നമ്മൾ ന്യൂസ് 18 കേരളവും ഉള്ളത്. ഓരോ ദിവസവും നമ്മൾ ആ വാർത്തയ്ക്ക് പിന്നാലെ തന്നെയാണ് പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ കുടുംബങ്ങൾക്ക് നീതി വാങ്ങി നൽകണം എന്നുള്ള വലിയ ഉദ്യമത്തിൽ തന്നെയാണ് നമ്മൾ ഉള്ളത്. ഓരോ ദിവസവും നമ്മൾ നൽകുന്ന വാർത്ത കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്, അതിന് ഫലം കാണുന്നുണ്ട് എന്നതിൻ്റെ സൂചനകൾ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ, ദേശീയ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയും അന്വേഷണം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യമുണ്ട്. അതൊക്കെ നമ്മുടെ വാർത്തയെ തുടർന്നാണ്. അതോടൊപ്പം തന്നെ കാണാതായ ഓരോ പെൺകുട്ടികളുടെ തിരോധാനത്തിന്മേലും ഇപ്പോൾ അന്വേഷണം പുനരാരംഭിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ അനന്യ എന്ന് പറയുന്ന MBBS വിദ്യാർത്ഥിനിയുടെ തിരോധാനത്തിൽ 22 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അന്വേഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു ചുരുളഴിക്കുക അല്ലെങ്കിൽ ഈ കൊലപാതകളിലേക്ക് എത്തുക എന്ന യാത്രയിൽ ഈ അന്വേഷണങ്ങളെല്ലാം പ്രധാനപ്പെട്ടതല്ലേ? ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം ഏറെ നിർണായകമല്ലേ? തീർച്ചയായും ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ധർമ്മസ്ഥലയിൽ ഇത്തരത്തിലുള്ള ഒരു അനുകൂലമായ സാഹചര്യം വരുന്നു. ഇരകൾക്ക് നീതി ലഭിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുന്നു. അതായത് ആര്യ സൂചിപ്പിച്ചതുപോലെ 2003 കാണാതായതാണ് അനന്യ ഭട്ടിനെ. അന്ന് പോലീസിൽ പരാതി നൽകാൻ പോയപ്പോൾ പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറാത്ത ഒരു പോലീസ് സ്റ്റേഷൻ. അവിടെയാണിപ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷം ആ കേസിൽ ഇപ്പോൾ പരാതി സ്വീകരിച്ചിരിക്കുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇതിൽ FIR രജിസ്റ്റർ ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 23 വർഷങ്ങൾക്ക് ശേഷം ഒരമ്മയ്ക്ക് തന്റെ മകളെക്കുറിച്ചുള്ള തിരോധാനവുമായി സംഭവം ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഇപ്പോൾ ആരംഭിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ ധർമ്മസ്ഥലയിൽ കാറ്റ് മാറി വീശുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപാട് പരാതികൾ ഇത്തരത്തിൽ മുന്നോട്ട് വരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്നു. ഒരുപാട് കുഞ്ഞുങ്ങൾ ആ മണ്ണിൽ ഇത്തരത്തിൽ കുഴിച്ചിട്ട നിലയിൽ അതിക്രൂരമായി പീഡിപ്പിച്ചും മറ്റും അവിടെ കുഴിച്ചിട്ട നിലയിലുണ്ട്. അത്തരം മൃതദേഹ അവശിഷ്ടങ്ങൾ പുറത്തെടുക്കേണ്ടത് ഇപ്പോഴും ഈ അമ്മ വിശ്വസിക്കുന്നത് ആ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ഇടങ്ങളിൽ തന്റെ മകളെ കൊലപ്പെടുത്തി അവിടെ കുഴിച്ചിട്ടുണ്ടാകും. ആകെയുള്ള അവരുടെ പ്രാർത്ഥന അന്ത്യകർമ്മം മകൾക്ക് വേണ്ടി ചെയ്യണം. അതുതന്നെയാണ് അവർ ആ പരാതിയിലും പറഞ്ഞത്. ആ മകളെ അവിടെ മൃതദേഹമെങ്കിലും ഇത്തരത്തിൽ കിട്ടാനുള്ള അവസരം ഉണ്ടാക്കണം. അന്ന് വലിയ തോതിലുള്ള ക്രൂര പീഡനത്തിലാണ് ഈ അമ്മയ്ക്ക് ഇരയാകേണ്ടി വന്നത്. അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും കൈയൊഴിഞ്ഞു. അവസാനം ഈ ക്ഷേത്ര പരിസരത്ത് ഇത്തരത്തിലുള്ള മകളെ അന്വേഷിച്ചെത്തിയപ്പോൾ ഒരു സംഘം ഇവരെ ക്രൂരമായി മർദ്ദിക്കുന്നു. 3-4 മാസത്തോളം കോമ സ്റ്റേജിൽ കിടക്കുന്നു. ഒരു CBI ഓഫീസിലെ കൊൽക്കത്തയിലെ ഉദ്യോഗസ്ഥയ്ക്കാണ് ഇത്തരത്തിലെ അനുഭവം ഉണ്ടായത്. MBBS വിദ്യാർത്ഥിനിയായിരുന്നു. മണിപ്പാലിൽ ആയിരുന്നു ഈ അനന്യ പഠിച്ചുകൊണ്ടിരുന്നത്. ധർമ്മസ്ഥലയിലും പരിസര പ്രദേശങ്ങളിലെ കൂട്ടുകാർക്കൊപ്പം ആ നാട് കാണാനായി എത്തിയപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു സംഘം അവരെ തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് അമ്മ ഇവിടെ എത്തി തെരച്ചിൽ നടത്തിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. ഇപ്പോൾ ഇവർ ഈ ധർമ്മസ്ഥലയിൽ തന്നെ ക്യാമ്പ് ചെയ്ത് ഇവരെ വർഷങ്ങളായി ആ ധർമ്മസ്ഥലയിലെ മകളെ കണ്ടെത്താൻ അവിടെ തന്നെ തങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അവരെ ഞാൻ നേരിട്ട് കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും അവരുടെ പരാതി ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്നു. കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്നു. ഇതിൽ ഏറ്റവും പ്രസക്തം ആകുന്നത് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലം അവിടെ അടിയന്തരമായി കുഴിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ ഉള്ള മൃതദേഹങ്ങളുടെ DNA പരിശോധന നടത്തേണ്ടതുണ്ട്. ആരൊക്കെയാണ് അവിടെ കൊല്ലപ്പെട്ടത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. തികച്ചും ആരെന്ന് അറിയാത്ത ഒരുപാട് പേരുടെ മൃതദേഹങ്ങളാണ് അവിടെ കുഴിച്ചിട്ടത്. അതിനു പുറമെയാണ് 484 പേർ മിസ്സിംഗ് കേസ് ധർമ്മസ്ഥലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത്
ഏത് രീതിയിലാണ് ഇവർ കൊല്ലപ്പെട്ടത്, അത് അത്തരം കാര്യങ്ങളും ഇനി കണ്ടെത്തേണ്ടത്. അതായത് ഇപ്പോൾ 500ഓളം പേർ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതിന് കൃത്യമായ കണക്കുകൾ വരുന്നു. അതിൽ 100 ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയത് 484 പോലീസിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം കിട്ടിയത്. അങ്ങനെ വലിയ തോതിലുള്ള രാജ്യം ഇതുവരെ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കൊലപാതക പരമ്പര നടന്ന പ്രദേശമാണ് ധർമ്മസ്ഥല. അവിടെ ഇപ്പോൾ ധൈര്യത്തോടെ പരാതിയുമായി രംഗത്ത് വരുന്നു. പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നു. അത് തന്നെ വലിയ മാറ്റമായി നമുക്ക് കാണാം. അതിനിടയിലാണ് ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വനിതാ കമ്മീഷന്റെ ഒരു ഇടപെടൽ കൂടി ഇപ്പോൾ ന്യൂസ് 18 വാർത്തയെ തുടർന്നുണ്ടാകുന്നത്. അവർ പ്രത്യേകമായും ഇപ്പോൾ മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിൽ ഒരു കൃത്യമായ അന്വേഷണം, അതായത് പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് കാര്യമായി അന്വേഷണം ഉണ്ടാകണം. ഇവിടെ കൊല്ലപ്പെട്ടവരിലേറെയും ഈ പെൺകുട്ടികളും അതുപോലെ തന്നെ യുവതികളും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ഗൗരവത്തിലെടുത്ത് ഇതിലൊരു അന്വേഷണം വേണമെന്ന് ഇപ്പോൾ വനിതാ കമ്മീഷനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ പേർ ഇവർക്ക് പിന്തുണയുമായി, അവിടുത്തെ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്നു. കൂടുതൽ പേർ പരാതിയുമായി വരുന്നു. ഭയം കൂടാതെ പോലീസ് സ്റ്റേഷനുകളിലേക്കും അതുപോലെ തന്നെ ഇവർക്ക് പരാതിയുമായി മുന്നോട്ട് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം. ഏതായാലും ഈ കൊലയാളികൾക്ക് കുരുക്ക് മുറുകുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. എന്തായാലും ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലം അവിടെ കുഴിച്ച് പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പ് പോലീസ് ആരംഭിച്ചിരിക്കുന്നു. ഏത് സമയത്തും അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കും. അത് വലിയ തോതിലുള്ള വിപുലമായ സംവിധാനങ്ങൾ വേണമെന്നാണ് പോലീസ് പറയുന്നത്. കാരണം അത്രത്തോളം വലിയ 100ഓളം മൃതദേഹങ്ങൾ ആ പ്രദേശത്ത് കുഴിച്ചിട്ടെന്നാണ് ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി ഉടൻ തന്നെ അത്തരം നടപടികളിൽ കടക്കുമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. ആര്യ, തീർച്ചയായും കെ വി ബൈജു ആണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും അന്വേഷണം ആശാവഹമായ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു എന്നതാണ് ആശ്വാസകരം. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. തൃശൂർ പൂരം കലക്കലിൽ DGPയുടെ റിപ്പോർട്ട് ശരിവെച്ച ആഭ്യന്തര സെക്രട്ടറി. ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന റിപ്പോർട്ട്. പൂരം അലങ്കോലപ്പെട്ടിട്ടും MR അജിത് കുമാർ ഇടപെടാത്തത് കർത്തവ്യലംഘനം. ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ഡാൻ കുര്യൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോൾ DGPയുടെ റിപ്പോർട്ട് ശരിവെച്ചുകൊണ്ടുള്ള ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് കൂടി മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉടനടി ഒരു നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണോ? ആര്യ, സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഡോക്ടർ ഷെയ്ഖ് ദർബെ സാഹിബ് അദ്ദേഹത്തിന്റെ ചുമതല ഒഴിയുന്നതിന് മുമ്പാണ് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയത്. അതിൽ എടുത്തു പറഞ്ഞിരുന്ന കാര്യം പൂരം കലക്കലിൽ കൃത്യമായ ഒരു കർത്തവ്യ വിലോപം അത് ADGP ആയിരുന്ന ക്രമസമാധാന ചുമതലയിലെ ADGP ആയിരുന്ന MR അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നിട്ടും പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെട്ടില്ല. ഫോണിൽ ഉന്നത ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിട്ടും മറ്റുള്ള ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിട്ടും പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അന്വേഷിക്കാനോ അതിൽ നടപടികൾ സ്വീകരിക്കാനോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായില്ല. ഇത് ബോധപൂർവമായിട്ട് സംഭവിച്ച വീഴ്ചയാണ് എന്നായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിച്ച ഡോക്ടർ ഷെയ്ഖ് ദർബെ സാഹിബ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ടാണ് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് അതിന്റെ സമഗ്രമായ റിപ്പോർട്ട് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. കർത്തവ്യ വിലോപം ഉണ്ടായിരിക്കുന്നു. അത് അനാസ്ഥ തന്നെയാണ്, ബോധപൂർവമായ അനാസ്ഥയാണ് ADGP MR അജിത് കുമാറിന് സംഭവിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ കത്ത് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് MR അജിത് കുമാറിനെതിരെ തിടുക്കത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു നടപടികളിലേക്ക് കടക്കുമോ അതോ ഈ റിപ്പോർട്ട് അങ്ങനെ അവിടെ ഇരിക്കുമോ? ഈ കാര്യത്തിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. എന്തായാലും മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളുടെ സമയത്ത് പരസ്യമായി പ്രതികരിച്ചത് അന്വേഷണങ്ങൾ കൃത്യമായി നടക്കട്ടെ, അതിനുശേഷം ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടായിരിക്കും സർക്കാർ ഒരു നടപടിയിലേക്ക് കടക്കുക. തിടുക്കത്തിലല്ല, അതിൻ്റെതായ വശങ്ങളുണ്ട് എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് കൂടി MR അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ തുടർ നീക്കങ്ങൾ എന്താകുമെന്നതാണ് ഇനി കേരള രാഷ്ട്രീയം ആകാംക്ഷയോടെ തന്നെ ഉറ്റുനോക്കുന്നത്. തീർച്ചയായും എത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടാകുമോ എന്നത് തന്നെയാണ് നമുക്ക് മുന്നിലുള്ള ആകാംക്ഷ. ഡാൻ കുര്യനാണ് വിശദാംശങ്ങളുമായി പങ്കുചേർത്തത്. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശിരൂർ ദുരന്തത്തിന് ഇന്ന് ഒരാണ്ടാവുകയാണ് എന്നുള്ളതാണ്. കുത്തിയൊലിച്ച മണ്ണിനൊപ്പം പുഴയുടെ ആഴങ്ങളിലേക്ക് പതിച്ച് ജീവൻ നഷ്ടപ്പെട്ട അർജുൻ മലയാളികൾക്ക് ഇന്നും ഒരു നോവാണ്. സ്വന്തം കൂടപ്പിറപ്പിനെ എന്നവണ്ണമാണ് നാടൊരുമിച്ച് ആ ദിവസങ്ങൾ മലയാളികളെല്ലാം അർജുന് വേണ്ടി നിന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾ ഒരിക്കലും അർജുൻ എന്ന പേരോ ആ ശിരൂർ ദുരന്തമോ അവിടെ നടന്ന ഐതിഹാസികമായ രക്ഷാപ്രവർത്തനമോ ഒന്നും ഒരിക്കലും മറക്കില്ല. മലയാളികളെ ദിവസങ്ങളോളം
സങ്കടത്തിലാഴ്ത്തിയ ഷിരൂർ ദുരന്തത്തിന് ഇന്ന് 1 വയസ്സ് തികയുകയാണ്. 2024 ജൂലൈ 16 അർജുൻ്റെ ലോറി മണ്ണിടിച്ചിൽ കാണാതായ ആ ദിവസം. ഏതായാലും നമ്മളിപ്പോൾ അതേ ദിവസം തന്നെ 1 വർഷം പിന്നിടുമ്പോൾ അതേ സ്ഥലത്തെത്തിയിരിക്കുന്നു. ഗംഗാവലിപ്പുഴയുടെ ആ തീരത്ത് ഇപ്പോഴും ഗംഗാവലിപ്പുഴ നമുക്ക് കാണാം കലങ്ങി മറിഞ്ഞ് അതേ രീതിയിൽ ഒഴുകുന്നത്. എന്തായാലും ദൃശ്യങ്ങളിലേക്ക് പോയാൽ പല ഓർമ്മകളാണ് ഈ സ്ഥലത്തു നിന്നും നമുക്ക് വരുന്നത്. ഇപ്പോഴും ആ ഒരു മൂകത ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഗംഗാവലിപ്പുഴ അന്ന് ഉണ്ടായതിന് സമാനമായ രീതിയിൽ തന്നെ ഒഴുകുന്ന ആ കാഴ്ച നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലത്ത് അവിടെയാണ് വലിയ തോതിൽ തിരച്ചിൽ നടത്തിയത്. അതായത് 72 ദിവസം നീണ്ടു നിൽക്കുന്ന തിരച്ചിലിനൊടുവിൽ ആ രീതിയിലുള്ള വലിയ തോതിലുള്ള തിരച്ചിലിനൊടുവിലാണ് അർജുനും ലോറിയും കണ്ടെത്തുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലത്ത് നിന്നാണ് അർജുനെയും കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോഴും മൺകൂനകൾ കാണാം. ഈ പ്രദേശത്ത് കരയോട് ചേർന്ന് മൺകൂനകൾ കാണാം. ഒരുപാട് ഓർമ്മകൾ ഉള്ള ഒരു സ്ഥലമാണിത്. ഇവിടെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്താണ് ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന ലോറിക്കാരുടെ പ്രിയപ്പെട്ട ലക്ഷ്മണേട്ടൻ, അദ്ദേഹത്തിൻ്റെ ചായക്കട ഉണ്ടായിരുന്ന സ്ഥലം. ഇവിടെ ഉണ്ടായിരുന്നവർ ഉൾപ്പെടെ അർജുൻ ഉൾപ്പെടെ 11 പേരുടെ ജീവനാണ് ഈ മണ്ണിടിച്ചിൽ ഇല്ലാതായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇന്നും അന്നുണ്ടായതിൻ്റെ ആ അവശിഷ്ടം ഇപ്പോഴും മലമുകളിൽ കാണാം. അന്ന് തകർന്ന് വീണ ആ ടവറുകൾ ഇപ്പോഴും 1 വർഷം ആകുമ്പോഴും അവിടെ തന്നെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് കേരളത്തിലേക്കുള്ള എല്ലാ വാഹനങ്ങളും ഇപ്പോൾ കടന്നു പോകുന്ന പാതയാണിത്. ആ ഒരു പാതയിൽ ഇപ്പോഴും മണ്ണിടിച്ചിലിൻ്റെ ദുരന്തത്തിൻ്റെ ബാക്കി ഇപ്പോഴും കാണാം. അപകടകരമായ വിധം തന്നെയാണ് ഇപ്പോഴും ഈ പാതയുള്ളത്. ഇത് ദേശീയ പാതയാണ്. ആ ദേശീയപാതയിലുള്ള ആ അവസ്ഥ സമാനമായ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്തായാലും വലിയ തോതിൽ കാലവർഷം ശക്തി പ്രാപിക്കുമ്പോഴും ഇതുവഴിയുള്ള യാത്ര അപകടകരമായി തന്നെ തുടരുന്നു. എന്നാലും അർജുൻ്റെ ഓർമ്മകൾ അത് കല്ലായിലേക്കുള്ള ആ മരം വണ്ടിയുമായുള്ള ആ യാത്രയ്ക്കിടെ ഒന്ന് വിശ്രമിക്കാൻ ഇവിടെ നിർത്തിയിട്ടതായിരുന്നു ലോറി. ആ സമയത്താണ് വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ മുകളിൽ നിന്നും മണ്ണിടിച്ചിൽ ലോറി അപ്പാടെ കൊണ്ടുപോയി ഗംഗാവലി പുഴയിലേക്ക് പോവുകയായിരുന്നു. 72 ദിവസം നീണ്ട സമാനതകളില്ലാത്ത തിരച്ചിലിനൊടുവിലാണ് അർജുൻ്റെ കണ്ടെത്താൻ സാധിച്ചത്. അതിനിടയിൽ പല സംഭവ വികാസങ്ങളും ഇവിടെ ഉണ്ടായി. സൈന്യം വരെ അർജുൻ്റെ തെരച്ചിലിനായി എത്തുന്ന സാഹചര്യമുണ്ടായി. മഴയും വെയിലും മാറി മാറി വരുന്ന കാലാവസ്ഥയിലും നമ്മളും ഈ ഒരു സ്ഥലത്ത് സാക്ഷിയായിരുന്നു ആ ഒരു തെരച്ചിലിന്. എന്തായാലും ഏറ്റവും ഒടുവിൽ 72ാം ദിവസം അർജുൻ്റെ മൃതദേഹമെങ്കിലും കിട്ടിയാൽ മതിയെന്ന ബന്ധുക്കളുടെ കുടുംബത്തിൻ്റെ ഒക്കെ പ്രതീക്ഷ അത് അവസാനം ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാലും ഇവിടെ ഇപ്പോഴും ഒരുപാട് ആളുകളാണ് ഇപ്പോഴും ഇവിടെ ഈ സ്ഥലത്ത് എത്തുന്നതും ഈ സ്ഥലം നോക്കുന്നതും. അത്രത്തോളം വലിയ ഒരു മലയാളി പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സംഭവം ആ ഗംഗാവലി പുഴയുടെ തീരത്ത്. എന്തായാലും ഒരുപാട് ഓർമ്മകളുള്ള ആ തീരത്താണ് ഇപ്പോൾ നമ്മളുമുള്ളത്. ഈ ഒരു ദിവസം ഒരിക്കലും മറക്കാൻ കഴിയാത്ത, മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസം. നമ്മൾ ആ ഗംഗാവലി പുഴയുടെ ഇപ്പോഴത്തെ ഒരു നേർചിത്രമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ ഒരുപാട് മൺകൂനുകൾ ഇവിടെ ഈ മലയിടിച്ചിൽ ബാക്കിയായ മൺകൂനുകളൊക്കെ ഈ ഗംഗാവലി പുഴയുടെ കരയിൽ കാണാം. പുഴ ശക്തമായി ഒഴുകുന്ന ഒരു സാഹചര്യം. അന്ന് വലിയ പ്രതിസന്ധിയായിരുന്നു. പ്രതിസന്ധി തരണം ചെയ്ത് 72 ദിവസം നീണ്ട തിരച്ചിൽ, ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ. ആ തിരച്ചിലൊടുവിൽ ന്യൂസ് 18 ആദ്യം തുടക്കത്തിൽ പുറത്തുവിട്ട ഒരു സ്ഥലം, അതേ സ്ഥലത്ത് നിന്നും ലോറിയും അർജുനെയും പുറത്തേക്കെടുക്കുന്ന സാഹചര്യം. അപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട ലോറി അർജുനെ ചേർത്ത് പിടിച്ച് അർജുനെ ഒപ്പം ആ ലോറി മുകളിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് കൺമുന്നിൽ അത്രത്തോളം വലിയൊരു ആകാംക്ഷയുടെയും ഒരു കാഴ്ചയായിരുന്നു. എന്തായാലും ഈ ഗംഗാവലി പുഴ ഇപ്പോഴും ഇതിനെല്ലാം സാക്ഷിയായി ഇതേ അവസ്ഥയിൽ തന്നെ ഒഴുകുന്ന സാഹചര്യമായിരുന്നു. എന്നാലും തൻ്റെ മകന് വേണ്ടിയുള്ള കളിപ്പാട്ടം അത് ലോറിയുടെ മുന്നിൽ വെച്ചായിരുന്നു അർജുൻ യാത്ര ചെയ്തിരുന്നത്. ആ കളിപ്പാട്ടം ഉൾപ്പെടെ അർജുൻ്റെ കുടുംബത്തിന് തിരിച്ചു കൊടുത്തു എന്നത് തന്നെയാണ് ഇതിലേറ്റവും വൈകാരികമായ രംഗങ്ങൾക്ക് അന്ന് സാക്ഷ്യം വഹിച്ചത്. എന്നാലും ഇപ്പോഴും ഇവിടെ ആ ശക്തമായ കാറ്റും പലപ്പോഴും മാറി മാറി പെയ്യുന്ന മഴയും അതൊക്കെയുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. 1 വർഷമാകുമ്പോഴും അർജുൻ്റെ ലോറിയും ഈ ഗംഗാവലി പുഴ അതിൽ അപകടത്തിൽപ്പെട്ട് 1 വർഷമാകുമ്പോഴും അതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും ഇവിടെ ബാക്കി നിൽക്കുന്നു. ശിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്ക്.
ആലുവയിൽ സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനം. യൂത്ത് കോൺഗ്രസ് നേതാവാണ് 73-കാരനായ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ചത്. യൂത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ ജില്ലാ കോർഡിനേറ്റർ KB നിജാസിനെതിരെയാണ് പരാതി. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആജ്ഞ, എന്താണ് ആ വയോധികനെ ഇത്തരത്തിൽ അദ്ദേഹത്തിന് പ്രായം പോലും നോക്കാതെ, ആരോഗ്യം പോലും നോക്കാതെ മർദ്ദിക്കാൻ തക്ക വിധം യൂത്ത് കോൺഗ്രസ് നേതാവിനെ പ്രകോപിപ്പിച്ചത്? ആര്യ, സ്കൂട്ടർ പാർക്ക് ചെയ്തത് കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരുന്നു എന്ന് പറഞ്ഞാണ് ഈ നിജാസിനൊപ്പമുള്ള ആളോട്, ഒരു ആക്ടിവയിലാണ് അവർ വന്നത്. അതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായത് അങ്ങനെയാണ്. ആ തർക്കത്തെ തുടർന്ന് നിജാസ് പിന്നീട് വരികയായിരുന്നു. ആ സ്കൂട്ടർ എടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനൊരു തർക്കത്തെപ്പറ്റി ഇയാളും ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ ബാലകൃഷ്ണനും ഒപ്പമുണ്ടായിരുന്ന ആളും തമ്മിൽ തർക്കിക്കുന്നത് അയാൾ കേട്ടതും അതേ തുടർന്ന് വന്ന് ബാലകൃഷ്ണനോട് കാര്യം എന്താണെന്ന് തിരക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത്. അതായത് കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സ്കൂട്ടർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ്. ആ തർക്കമാണ് ഈ 73 വയസ്സുള്ള ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അതേ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഈ ബാലകൃഷ്ണൻ നെഞ്ചിലും കഴുത്തിലുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട്, ഒരു പല്ല് ഇളകി പോയിട്ടുണ്ട്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയയുടെ ജില്ലാ കോർഡിനേറ്ററാണ് ഈ മർദ്ദിച്ച KB നിജാസ്. അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയെ തുടർന്ന്, അതായത് ചെമ്പകശ്ശേരിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിന് മുന്നിലാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത്. ആലുവ ചെമ്പകശ്ശേരി സൂപ്പർ മാർക്കറ്റിന് മുന്നിലാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. ഇതേ തുടർന്ന് ബാലകൃഷ്ണൻ പോലീസിൽ പരാതിയുമായി എത്തിയിരുന്നെങ്കിലും സ്റ്റേഷനിൽ വിളിപ്പിച്ച് നിജാസുമായി കോംപ്രമൈസിന് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോലീസ്, ആ ഒരു നിലപാടാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഈ കേസ് ഒത്തുതീർപ്പാക്കി പോവുക എന്നുള്ളൊരു ഉദ്യമത്തിലേക്കാണ് പോലീസ് ബാലകൃഷ്ണനെ വിളിച്ചു വരുത്തിയത് എന്നാണ് പറയുന്നത്. അത് ബാലകൃഷ്ണന്റെ പരാതി അങ്ങനെയാണ്. അതിനുശേഷം പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു, തനിക്ക് പരാതിയുമായി മുന്നോട്ട് പോകണമെന്ന് ബാലകൃഷ്ണൻ പറഞ്ഞ ശേഷമാണ് കേസ് ബാലകൃഷ്ണന്റെ മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയതെന്നും ബാലകൃഷ്ണൻ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ബാലകൃഷ്ണൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായിട്ടുള്ളത്. അതിനുണ്ടായ കാരണം ഇവർ തമ്മിലുണ്ടായ ഈ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണെന്ന് മനസ്സിലാക്കുന്നത്. ആര് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രായം പോലും കണക്കിൽ എടുക്കാതെ തന്നെയാണ് നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, ഈ നിജാസ് അങ്ങോട്ട് സംസാരിക്കുന്നതിനിടെ അദ്ദേഹത്തെ മുന്നോട്ട് തള്ളി കൊണ്ടുപോവുകയും അവിടെ വീണ ശേഷം അദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും, ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. എന്തായാലും ഇത് വലിയ ഒരു പരാതിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ വന്നിട്ടുള്ളത്. അതിനുള്ള തുടർ നടപടികളൊക്കെ ഉണ്ടാകുമോ എന്നുള്ള കാര്യവും കാത്തിരുന്ന് തന്നെ കാണണം. ആര്യ, തീർച്ചയായും. ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. കാട്ടാക്കട പോക്സോ കോടതി തീപിടുത്തത്തിൽ ഫോറൻസിക് പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും. തീപിടുത്തമുണ്ടായ തൊണ്ടിമുതൽ മുറിയിൽ വെടിമരുന്നിന്റെ സാന്നിധ്യമുണ്ടെന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം. പരിശോധനാ ഫലം ലഭിച്ചാലേ ഇതിന് സ്ഥിരീകരണമുണ്ടാകും. തിങ്കളാഴ്ച രാത്രിയാണ് കാട്ടാക്കട പോക്സോ കോടതിയിൽ തീപിടുത്തമുണ്ടായത്. ഡാൻ കുര്യൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഈ വെടിമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയതാണ് ഈ അട്ടിമറി സാധ്യത, ആ സംശയം ബലപ്പെടാൻ കാരണം അന്വേഷണ സംഘത്തിന്, അല്ലേ? തീർച്ചയായിട്ടും ആര്യ, അങ്ങനെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന നിഗമനത്തിലാണ് ഫോറൻസിക് പരിശോധനാ ഫലത്തിന് വേണ്ടി പോലീസ് കാത്തിരിക്കുന്നത്. പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഇതിലൊരു വ്യക്തത കൈവരുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ വിശദമായ അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കാരണം തൊണ്ടിമുതലുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്താണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തെളിവുകൾ നശിപ്പിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടാനായി ബോധപൂർവം ആരെങ്കിലും നടത്തിയ ശ്രമമാണോ ഇത് എന്ന തരത്തിലുള്ള ഒരു സംശയം പോലീസിനുണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഫോറൻസിക് ഫലം വരും.
അതോടെ ഇത് സംബന്ധിച്ച അട്ടിമറി സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകും. അതിനുശേഷം ഈ കേസിന്റെ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള നീക്കമാണ് കാട്ടാക്കട പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. തെരുവുനായ വന്ധ്യംകരണവുമായി ബന്ധപ്പെട്ട് മന്ത്രിതല ചർച്ച ഇന്ന്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് വ്യാപകമായ തെരുവുനായ ആക്രമണവും വിവിധയിടങ്ങളിൽ പേവിഷബാധയേറ്റ് മരണങ്ങളും സംഭവിച്ച സാഹചര്യത്തിലാണ് ഈ യോഗം ചേരുന്നതും ചർച്ച ചെയ്യുന്നതും. സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുമുണ്ട് ഇന്ന്. 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. അടുത്ത 3 ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പുണ്ട്. കനത്ത കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതിനാൽ തന്നെ കേരള, ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ മഴയും മഴക്കെടുതിയും അതിരൂക്ഷമായി തുടരുകയാണ്. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരണം 100 കടന്നു. 350-ലേറെ വീടുകൾ പൂർണ്ണമായും നശിച്ചു. 850 ഹെക്ടറിൽ കൃഷിനാശവും ഉണ്ടായി. മഴക്കെടുതിയിൽ രാജസ്ഥാനിൽ 15 മരണം സ്ഥിരീകരിച്ചു. വ്യാപകമായ മണ്ണിടിച്ചിലുമുണ്ടായി. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചണ്ഡീഗഡ് മണാലി ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. 6 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴ ഉണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അപ്പോൾ നമ്മുടെ 9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും ഒക്കെ കാണാം ന്യൂസ് ട്രെൻഡ്സിൽ. അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.